ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഇവിടെ. നമ്മള് കറങ്ങാൻ ഇറങ്ങിയേക്കാണ്. പക്ഷെ ഭയങ്കര മൂടൽമഞ്ഞാണ്. റോഡ് നല്ല അടിപൊളി റോഡ് കാണുന്നില്ല. എല്ലാം നന്നായിട്ട് കാണാനും പറ്റും. അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഹായ് കുട്ടാപ്പി. അങ്ങനെ നമ്മൾ പടവുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഏതാണ് തെലുങ്ക് മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ലൊക്കേഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ സാധന ജംഗമ വസ്തുക്കളൊക്കെ അവരിങ്ങനെ എടുത്തുകൊണ്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ സ്ഥലം കേട്ടോ. ഫ്രെയിമിൽ വരുന്നില്ലേ? സ്റ്റാർട്ട്. അതെ 2 കപ്പ് തരാൻ പറ്റുമോ? ബീജു ഒരു കപ്പ് തരുമോ? ഏത് കപ്പാ? ഈ കപ്പ്. സൂര്യോദയം കിട്ടിയില്ല. കളഞ്ഞേക്കട്ടെ അതിനെ. അപ്പൊ ഒരു കപ്പ് എനിക്ക്. അപ്പം നമ്മൾ കുടിക്കാനായിട്ട് ചായയൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. രാവിലെ ഇറങ്ങിയതാണ്, സൂര്യോദയം കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണെങ്കിൽ കയറി വന്നപ്പോഴത്തേനും മൂടൽ മഞ്ഞ് കാരണം നമുക്ക് വഴിയിൽ കുറേ നമ്മൾ താമസിച്ചു, ലേറ്റായി ഇങ്ങനെ വരണം. അപ്പോഴത്തേനും സൂര്യനൊക്കെ ഉദിച്ചിങ്ങി കയറി കേട്ടോ. അങ്ങനെ ചായയൊക്കെ കൊണ്ടുവന്ന് കുടിച്ച് ഇങ്ങനെ നമ്മൾ ചില്ലടിച്ച് നിൽക്കുകയാണ്. വായ്നോട്ടം ക്ലോസപ്പിൽ കെട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. രാവിലെ നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് മടി പിടിച്ചു, കാരണം ഫുഡൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ ഇങ്ങ് എത്തിപ്പെട്ടപ്പോഴത്തേനും സൂര്യനൊക്കെ ഇങ്ങ് ഉച്ചയിലെത്തി എന്നുള്ളത് വേറൊരു സത്യാവസ്ഥ. അത് നമ്മൾ വരാൻ കാരണം വഴിയിൽ മഞ്ഞ് ഭയങ്കര മൂടി നിന്ന കാരണം റോഡ് കാണാനേ പറ്റുന്നില്ല. പിന്നെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ വണ്ടിയും എവിടോ ഏതോ വഴിയിൽ കൂടെ പോയി, ഞങ്ങൾ ഏതോ വഴിയിൽ പോയി, അങ്ങനെ ചുറ്റിക്കറങ്ങി ആകെ കറങ്ങി തിരിഞ്ഞാണ് വന്നത്. ഇതാണ് ക്ഷേത്രത്തിന് ഉൾവശം. ശിവക്ഷേത്രമാണ് ഇത്. എന്തോ എത്രയോ വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. ഇതിനെ കുറിച്ച് കൂടുതൽ എനിക്കൊന്നും അറിയത്തില്ല. അവിടെ ചെന്നപ്പോഴാണ് ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ മുറേന ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പേര് മിത്താവലി എന്നാണ് കേട്ടോ. മിത്താവലി. ഈ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചേക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഗൂഗിൾ ചേച്ചി എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. അത് കൂടുതൽ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇന്നതാണ് പാർലമെൻറ്റ് മന്ദിരം ഇങ്ങനെ ഇതിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചേക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാണ് ഗൂഗിൾ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ്. അധികം തിരക്കൊന്നുമില്ല. അവിടെ ആ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഉള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വളരെ ശാന്തമായ സ്ഥലം. അങ്ങനെ നമ്മളവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കാൻ ഭയങ്കര രസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന താഴ്വര ഇങ്ങനെ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന നെൽപ്പാടങ്ങളൊക്കെ, നെല്ലാണോ ഗോതമ്പാണോ എന്താണെന്നോ ഒരു പിടുത്തവുമില്ല. എന്തുവായാലും പാടങ്ങളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇതാണ് അതിൻ്റെ താഴെയുള്ള ഒരു വ്യൂ. ഇങ്ങനെയാണ് ഇവിടുന്ന് മുകളിലോട്ട്. അപ്പോൾ ഇവിടെ ഷൂട്ടിങ്ങിൻ്റെ സാധനം ജംഗമ വസ്തുക്കളൊക്കെ കൊണ്ടിട്ട് ആൾക്കാരവിടെ ഇതൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിട്ടാവലിയിൽ നിന്നും മിട്ടാവലി കോട്ടയിലേക്ക് വന്നിരിക്കുകയാണ്. മിട്ടാവലി കോട്ടയുടെ ഉള്ളിലോട്ട് നമ്മൾ അധികം കയറി അവിടെ കറങ്ങാൻ നിന്നില്ല. കാരണം എല്ലാം ഈ പറയുന്ന കണക്കുള്ള കല്ല് വെച്ച് നിർമ്മിച്ചേക്കുന്ന സാധനം ജംഗമ വസ്തുക്കളല്ല, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. അപ്പം കൂടുതലും നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പം ആർക്കും അങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡ് കഴിക്കാൻ എല്ലാവരും നമ്മൾ ഫുഡ് കൊണ്ടുവന്നല്ലോ. ചപ്പാത്തിയും ദാലും ഒക്കെ കൊണ്ടുവന്നു, ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നു, ചായ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചിങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. കഴിക്ക് വീഡിയോ എടുക്കണേ. വാരിക്കൊടുക്ക്. അതെ, നീ കഴിക്ക്.
സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ പുള്ളിക്കാരനെ നടുവൊന്ന് വെട്ടി ആദ്യമേ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നമ്മുടെ കൂടെയുള്ള മർമ്മ ചികിത്സാ വിദഗ്ധനായ വ്യക്തി ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് കാര്യം പറഞ്ഞു. അല്ല നല്ല ശരിയാവും കാര്യമാണ്. അത് ഏറ്റവും നല്ല കളറ് ബാറ്ററി അയ്യോ അല്ല അവന്റെ അരയുടെ പറഞ്ഞാണോ? ഞാനിതാ ഉദ്ദേശിച്ചത്. ഓടിച്ചോടിച്ചോടിച്ചോടിച്ച് ചത്ത് നടുവിനാണോ പ്രശ്നം? നിന്റെ കെട്ടിയോട് എവിടെയൊക്കെയോ കറങ്ങി അത് അല്ല ഇവിടെ മറിച്ചിട്ടില്ല. അവിടെ ഒന്നുമില്ല. ഇവിടെ കല്ലൊക്കെ തീർന്നു. ഇവിടെ പായ പുറത്തോട്ടുണ്ടതേ ഉള്ളു. അവിടെ ഒന്നുമില്ല. അങ്ങനെ ഫുഡ് കഴിപ്പും കാര്യങ്ങളും കഴിഞ്ഞു. നടുവിൻ്റെ ഫിസിയോതെറാപ്പിയും മർമ്മചികിത്സയും എന്ന് വേണ്ട സകലമാന പരിപാടികളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പം എന്തുവാ, നമ്മൾ പണ്ടൊക്കെ കളിക്കുമായിരുന്നല്ലോ, കുറേ കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് എന്തുവായിരുന്നു, കുട്ടിയും കൊല്ലുമോ അല്ലല്ലോ, എന്തോ മറന്നുപോയി കേട്ടോ, പേര് മറന്നുപോയി. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരാം, മറന്നുപോയി ഇത് എന്തോ കളിയായിരുന്നു എന്നുള്ളത്. എന്തോ ആയാലും അത് നമ്മൾ കളിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കളിക്കുന്നത്. മറ്റേത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓടിച്ചാടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ വീണ്ടും ആസ്വദിച്ച് നിന്ന് കളിക്കുകയാണ് കേട്ടോ. ഓടിച്ചാടി മനസ്സ് നിറഞ്ഞ് മതിമറന്ന് ഓടിക്കടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഒരു മനസ്സിനെ ഭയങ്കര നമ്മളുണ്ടല്ലോ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അയ്യോ കല്യാണമൊക്കെ കഴിച്ചു, കുട്ടികളായി, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രായമായി, ഇനി ഇങ്ങനെയൊക്കെ കിടന്ന് ചാടുന്നത് എങ്ങനെ എന്നൊന്നും വിചാരിച്ചിങ്ങനെ നിൽക്കുകയേ ചെയ്യരുത്. നമുക്ക് കളിക്കണം തോന്നുവാന്നോ അപ്പോൾ ഓടിച്ചാടി കടന്ന് കളിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിനെ കുറേയും കൂടി, മനസ്സിനെ ശരീരത്തിനെയൊക്കെ കുറേ പ്രായം കുറച്ച് കൊണ്ടുവരുന്ന കണക്ക് തോന്നും. നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര റിലാക്സ് ആവും. പല ചിന്തകളിൽ നിന്നെല്ലാം മാറി ഇങ്ങനെ മനസ്സ് തുറന്ന് ഓടിച്ചാടി നടന്ന് കളിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ കളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ആവാമല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും എവിടെ ചെന്നാലും കുറേ ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, ഇത് തന്നെ. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നു. അവരിങ്ങനെ ഓടിച്ചാടി നിന്ന് അവരും മതി മറന്ന് നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരറിയുന്നില്ല ഞാനിത് എടുക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ അവരും മനസ്സ് നിറഞ്ഞ് മതി മറന്ന് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസിനും വീഡിയോസിനും വേണ്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളത്. എന്തുവായാലും അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിച്ച് കുട്ടികളും എൻജോയ് ചെയ്തു, നമ്മളും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ബോൾ അങ്ങ് മണ്ണിൽ നൂലും അയ്യോ മരത്തിൽ കുടുങ്ങിപ്പോയി. പിന്നെ എന്തോ ചെയ്തിട്ടും അത് കിട്ടുന്നില്ല. കയ്യിലുണ്ടായിരുന്ന കുപ്പിയും കമ്പും കോലും എന്ന് വേണ്ട സകലമാന സാധനങ്ങളും വലിച്ചെറിഞ്ഞ് നോക്കിയിട്ടും ബോൾ താഴെ വരുന്നില്ല. അങ്ങനെ അവസാനം നമ്മുടെ നാസിം കാക്ക അത് എന്തോ കൊണ്ടോ എറിഞ്ഞ് താഴെ വീഴ്ത്തിയിരിക്കുകയാണ്. കുപ്പി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കുപ്പി അതിൻ്റെ മണ്ടയിൽ കുടുങ്ങി പോകരുത്, പിന്നെ കുപ്പി എടുക്കാൻ പറ്റാണ്ടായി പോകുന്നു. എന്തുവായാലും അതിശക്തനായ അദ്ദേഹം ബോള് താഴെ വീഴ്ത്തിയിരിക്കുകയാണ്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു, എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരികെ പോവുകയാണ്. ചാച്ചാ ബൈ.